നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ള ചിന്തകളാണുള്ളത്? സത്യാവസ്ഥ അറിയാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഏത് രീതിയിലുള്ള ചിന്തകളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കോൺസെൻട്രേഷൻ കൊടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടും ഇവിടെ ഈ പ്രണയബന്ധം എങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തകളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിക്ക് എങ്ങനെയുള്ള ചിന്തകളാണ്, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ള ചിന്തകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെയധികം അനുഗ്രഹീതമായിട്ടുള്ള, തൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിലപ്പുറം സന്തോഷകരമായിട്ടുള്ള, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ബന്ധമായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ധാരാളം സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും ആകർഷിക്കപ്പെടുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആകർഷണവും നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ മനസ്സ് നിറയെ സ്നേഹം നിറഞ്ഞു തുളുമ്പി ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് അത്തരം ഒരു ചിന്താഗതി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനപ്പുറത്തേക്ക് ഒരു സന്തോഷമുണ്ടെന്നും ജീവിതം ആസ്വദിക്കാൻ ഇനിയൊരു അവസരം കൂടി ഉണ്ടാകുമെന്നും ഉള്ള ഒരു സത്യത്തിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു പ്രതീക്ഷ ഉയർന്നു വന്നിട്ടുള്ളത് നിങ്ങൾ കാരണം മാത്രമാണ്. നിങ്ങളെ കണ്ടുമുട്ടി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സൗഹൃദമോ സൗഹൃദത്തിലൂടെ പ്രണയബന്ധമോ അങ്ങനെയൊക്കെ വന്നതോടു കൂടിയാണ് ഈ വ്യക്തിക്ക് പ്രതീക്ഷ എന്താണെന്നും ജീവിതം എന്താണെന്നും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആസ്വദിച്ച് ജീവിക്കേണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അത് വളരെയധികം ഈ വ്യക്തിയെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചാൽ പോലും ഈ വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മാത്രമേ പറയുകയുള്ളൂ. ചിന്തിക്കുകയാണെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഈ വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ വ്യക്തിയുടെ ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ള വികാരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പച്ചയായ മനസ്സ് ഈ വ്യക്തി തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നിങ്ങളിലേക്കുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. മറ്റാരുമായിട്ടും ഈ വ്യക്തി ഇത്രയും അടുത്തിട്ടില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മറ്റുള്ളവരുമായി അടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. ഈ വ്യക്തിക്ക് ഇതിനു മുമ്പും ഒരുപാട് ചതിയും വഞ്ചനകളും അതുപോലെ പറഞ്ഞു പറ്റിക്കുക, സ്നേഹം കൊണ്ട് പറ്റിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഈ വ്യക്തിയുടെ സാന്നിധ്യം ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി അവസാനം ഒരു വെറുത്ത മനസ്സോടെ, മടുപ്പുളവാക്കുന്ന മനസ്സോടെയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഈ വ്യക്തി വന്നു ചേരുന്നത്. പക്ഷെ അവിടെ വെച്ച് ഈ വ്യക്തിയുടെ ചിന്താഗതികളും അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ, കാഴ്ചപ്പാട് ആകെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ പല രീതിയിലും ഈ വ്യക്തി പേടിച്ചുകൊണ്ട് സ്തംഭിച്ച് നിന്നു പോയിട്ടുണ്ട്. അപ്പൊ പേടിച്ചുകൊണ്ട് സ്തംഭിച്ച് നിന്നു പോവുക എന്ന് പറയുന്നത് തീർത്തും അത് നിങ്ങൾ എപ്പോഴെങ്കിലും അകന്നു പോയിട്ടുണ്ടാകണം ഈ വ്യക്തിയുടെ അടുത്ത് നിന്നും. അപ്പൊ നിങ്ങളുടെ ആ ഒരു അകൽച്ചയിൽ ഈ വ്യക്തിക്ക്
വളരെയധികം പേടിയാണ് വന്നു ചേർന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കുമോ, ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ അകന്നു പോകുമോ, ഈ വ്യക്തിയെ വേണ്ട എന്ന് വെക്കുമോ, നിങ്ങൾ വേറെ ആരെങ്കിലും സ്വന്തമാക്കുമോ, അവരുടെ ജീവിതത്തിലേക്ക് പോകുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ്. പക്ഷെങ്കിൽ പോലും ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ചിന്തകളായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുമെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കുറച്ച് കൂടുതലായിട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. ഇവിടെ സന്തോഷത്തിന് വേണ്ടിയും പുതിയൊരു മാറ്റത്തിന് വേണ്ടിയും ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായിട്ടുണ്ട്, വേണ്ട എന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പലവരുടെയും സ്നേഹമോ സാഹചര്യമോ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടെ ഈ വ്യക്തി വരുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിന് ഒരു അർത്ഥവത്തായ ഒരു ജീവിതമാക്കി മാറ്റിമറിച്ചിട്ടുള്ളത് നിങ്ങൾ കാരണം മാത്രമാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും സാന്നിധ്യവും കൊണ്ട് മാത്രമാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനും ചിന്താഗതികൾക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഇവിടെ മെഡിസിൻ മദറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും ഒരമ്മയുടെ സ്നേഹവും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിന് മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുറിവിനെ ഉണക്കുന്ന രീതിയിലാണ് ഇവിടെ സത്യത്തിൽ നിങ്ങളുടെ സാന്നിധ്യം വരുന്നത്. ഇപ്പൊ ഒരു മുറിവിനെ ഉണക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതെല്ലാ മരുന്നുകളെ കൊണ്ട് പറ്റുകയും ഇല്ല. വളരെയധികം തനിക്ക് വേണ്ടി എഴുതപ്പെട്ട ആ ഒരു കാര്യത്തോടു കൂടി മാത്രമായിരിക്കും തൻ്റെ മുറിവ് ഉണങ്ങുന്നത് എന്ന് പറയുന്നത് പോലെ അത്രയും വിഷമിച്ചു പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തിയുടെ മനസ്സിന് ആ ഒരു മുറിവ് ഉണക്കാൻ സാധിച്ചതിനും സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതുമൊക്കെയും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, മാലാഖമാർ പറയുന്നതാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. ക്ഷമിക്കുക, പൊറുക്കുക. അതുമാത്രമല്ല, ഈ സാഹചര്യം എന്ത് തന്നെ ആയാലും ഇംപ്രൂവ്മെന്റിലേക്ക് പോകും. നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ മലയാളം വാക്ക് എനിക്ക് ലഭിക്കുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഊർജത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മാലാഖമാർ ആണെങ്കിൽ പോലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ ഒരു പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞിനെ, ഒരു ശിശുവിനെ തൻ്റെ അമ്മ നോക്കുന്നത് പോലെ സൂക്ഷിച്ചു പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. അതുമാത്രമല്ല, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നതും വളരെയധികം അർത്ഥവത്തായിട്ടുള്ളതും നന്ദി പറയുന്നതുമായിട്ടുള്ള ചിന്തകൾ തന്നെയാണ്. അത് ഒരിക്കലും ഈ വ്യക്തിക്ക് മാറ്റിവെക്കാനായിട്ടാകില്ല. കാരണം അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഇവിടെ രാജുവൽ എന്ന് പറയുന്ന മാലാഖയുടെ ഊർജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നീതിയെയും ന്യായത്തെയും അതുപോലെ പ്രണയബന്ധത്തെയും നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മാലാഖയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഒരു മാലാഖ നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുമാത്രമല്ല, ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യമോ സന്ദർഭമോ ഈ പ്രണയബന്ധത്തിൽ ലഭിച്ചിട്ടില്ലായിരിക്കാം. ഈ വ്യക്തിയുടെ കാര്യവും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കുവാനും കോംപ്രമൈസിലേക്ക് പോകാനും ഒക്കെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ എപ്പോഴും എതിരായിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ സന്തോഷവും ലഭിക്കും. വലിയൊരു കൊടുങ്കാറ്റിന് ശേഷം ഒരു ശാന്തതയുണ്ട് എന്നുള്ള വിശ്വാസത്താലാണ് ഈ പേഴ്സൺ ഇപ്പോഴും തൻ്റെ തീരുമാനത്തിലും നിങ്ങളോടുള്ള സ്നേഹത്തിലും ഉറച്ചു നിൽക്കുന്നത്. ഇവിടെ ശാരീരികവും മാനസികവുമായിട്ട് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരുപാട് കാര്യത്തിൽ അതിൻ്റെതായിട്ടുള്ള സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ എന്ത് തന്നെ ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും സ്നേഹവും കരുതലും എല്ലാം തന്നെ ഇപ്പോഴും ഉണ്ട്. അത് ഏത് സമയത്തും ഉണ്ട്. അതൊരിക്കലും കളയുവാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിക്ക് അത് നഷ്ടപ്പെടുത്താനാവില്ല. കാരണം അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ അവസ്ഥ അത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും അത് പോകുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.